ശുദ്ധമായതും പവിത്രമായതും മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്മാരോട് എന്താണോ നിഷ്കർഷിച്ചത് അത് തന്നെയാണ് മുഅ്മിനീങ്ങളോടും നിഷ്കർഷിച്ചിരിക്കുന്നത്. എന്താ പ്രവാചകനോട് പറഞ്ഞെന്നറിയോ? യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. കുലൂ മിനത് ത്വയ്യിബാത്, നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കണമേ. നല്ല ഭക്ഷണം, ത്വയ്യിബാത്. ഹലാലിൽ നിന്നും ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്തതാണ് ത്വയ്യിബാത്. ഇപ്പോ ജങ്ക് ഫുഡ് ഹലാലല്ലേ എന്ന് ചോദിച്ചാൽ ഹലാലാണ്. ത്വയ്യിബാണോ? ത്വയ്യിബല്ല. നമുക്ക് ഹെൽത്തി ആണോ? അത് ഹെൽപ്ഫുൾ ആണോ? അല്ല. ആണോ? കുറേ എണ്ണയിൽ പൊരിച്ചെടുത്തതും പാതിരാക്കൊക്കെ പോയിട്ട് 2 മണി 3 മണിക്ക് പോയിട്ട് പൊറോട്ടയും ബീഫ് അടിച്ച് പോരുക. അപ്പോൾ ഹലാലാണോ? ഹലാലാണ്. ത്വയ്യിബാണോ? ആ നേരത്തത് ത്വയ്യിബല്ല. രാത്രിയാകുമ്പോൾ ലൈറ്റ് ഫുഡ് കഴിക്കേണ്ട സമയമാണ്. അവിടെ പോയിട്ട് ഹെവി ആയിട്ട് ഫുഡ് അടിച്ച് പോരുക. ഇതൊക്കെ കഴിച്ചിട്ട് മേലെ ഒരു കപ്പ് നിറയെ ഐസ്ക്രീമും കഴിക്കുക. പടച്ചോനെ, എത്ര കലോറിയാണ് നമ്മൾ അകത്താക്കുന്നത്. അങ്ങനെ മനുഷ്യൻ ഭക്ഷണം അനിയന്ത്രിതമായി ആഹരിക്കുന്നുണ്ട്. ത്വയ്യിബല്ലാത്തത്. ഇപ്പം നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, ഈ കോള, പെപ്സി അതൊക്കെ പറയില്ലേ, ഹലാലാണോ? ഹലാലാണ്. ത്വയ്യിബാണോ? ഡോക്ടർമാർ പറയുന്ന അവരുടെ റിവ്യൂകളൊക്കെ നോക്കണം. ഇത് നല്ലതാണോ? അല്ലേ? നല്ലതല്ലേ? ത്വയ്യിബല്ല. അത് ഹലാലാണ്, കുറ്റൊന്നും കിട്ടൂല. പക്ഷെ അള്ളാഹുവിനിഷ്ടം നിങ്ങൾ ത്വയ്യിബ് കഴിക്കുന്നതാണ്. നിങ്ങളുടെ തടിക്ക് കേടുവരാത്ത ഭക്ഷണം കഴിക്കുക. ശരീരത്തിൽ നമ്മുടെ ഹാർട്ട് അടിച്ചു പോകുന്നത്, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ പാൻക്രിയാസിനെ തകർക്കുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ നല്ല നിലക്കുള്ള സംവിധാനങ്ങളെ തകർത്ത് കളയുന്നത്. ചെറിയ കുട്ടികളൊക്കെ വളരെ ചെറുപ്പത്തിൽ ഡയബറ്റിക്കായി പോവാണ്. എന്തേ? ഇപ്പോഴത്തെ ചോക്ലേറ്റുകളുടെ ഷുഗറി കണ്ടന്റുകൾ. ഒരു ചോക്ലേറ്റ് കൊടുക്കുന്ന പരിപാടിയൊക്കെ നിന്നപ്പോൾ കൊട്ടയിലൊക്കെ കുറേ തോണിയിലും കൊട്ടയിലും ലോറിയിലൊക്കെ ചോക്ലേറ്റ് കൊടുക്കുന്ന പരിപാടി എന്ന് തോന്നുന്നല്ലേ. ഏതോ ചോക്ലേറ്റ് കച്ചവടക്കാരനെ ഒരു ഐഡിയ ഉണ്ടാക്കിയതാണ്. ഇവിടെ നാട്ടിലാരും വാങ്ങാത്തിരുന്നപ്പോൾ അതങ്ങ് ട്രെൻഡായി മാറി. ആരാ ഇതൊക്കെ കഴിക്കണത്? ഒരു ചോക്ലേറ്റ് പീസ് ഒരു ദിവസം കഴിച്ചാൽ പിന്നെ 2 ദിവസത്തിന് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അത്രക്ക് ഷുഗർ കണ്ടന്റുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ വെറുതെ കൊണ്ടുപോയി മനുഷ്യൻ നശിപ്പിക്കുകയോ വേസ്റ്റാക്കുകയോ ചെയ്യുന്ന. ഈ ചെറിയ മക്കൾ ഇങ്ങനത്തെ എടുത്ത് തിന്നും. ചെറിയ മക്കൾ ഡയബറ്റിക്കുകളാകാൻ. ചെറിയ മക്കള് ഇൻസുലിൻ ഉപയോഗിക്കുന്ന മക്കളുണ്ട്. എന്തേ? നമ്മുടെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന പോലെ മിഠായികളല്ല ഇപ്പോഴത്തേത്. ഹൈലി ഷുഗർ കണ്ടന്റ് ആണ് അതിൽ, വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ത്വയ്യിബേ മക്കൾക്ക് കൊടുക്കാവൂ. മക്കളിപ്പോൾ ചോദിച്ചെന്ന് വരും. ചില ചിപ്സുകൾ അങ്ങനെയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും, മക്കൾ അഡിക്റ്റായി പോകും. പക്ഷെ അത് ത്വയ്യിബല്ല, ഹാംഫുള്ളാണ്. അതിൻ്റെ കളേഴ്സ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിന് ടേസ്റ്റിന് ഉപയോഗിക്കുന്ന അതിൻ്റെ മറ്റു പ്രിസർവേറ്റീവുകൾ, ഇതൊക്കെ ശരീരത്തിന് ഹാംഫുൾ ആയിരിക്കും. ഹാംഫുൾ ആണോ? അത് ത്വയ്യിബല്ല. ഹലാലാണ്? ഹലാലാണ്. ത്വയ്യിബാണോ? അല്ല. സുബ്ഹാനല്ലാഹ്. മുർസലീങ്ങളോട് പറഞ്ഞതാണത്. പ്രവാചകന്മാർ, നിങ്ങളെ ത്വയ്യിബേ തിന്നാവൂ. കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. എന്നാലേ നിങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആരോഗ്യമുണ്ടാവുകയുള്ളൂ, സൗകര്യങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് മാത്രമല്ല, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് ഉണ്ടാകണമെങ്കിൽ ത്വയ്യിബാത്ത് ഭക്ഷിക്കണം എന്നാണ്.